ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് ഒരു പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്തിട്ടുണ്ട്. ഡൗ ജോൺസ് 58 പോയിൻറ്റും S&P 14 പോയിൻറ്റും നസ്ഡാക്ക് 78 പോയിൻറ്റും പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. ഇന്നലത്തെ നമ്മുടെ വീഡിയോയിൽ ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു US മാർക്കറ്റിൻ്റെത് പോയിൻ്റ് പറയാണ്ട് പെർസെൻറ്റേജ് കണക്കിൽ പറയണമെന്ന്. കാരണം അതിലൊരു കാര്യമുള്ളതുകൊണ്ടാണ്. കാരണം ഡൗ ജോൺസിൻ്റെ വാല്യൂവും നസ്ഡാക്കിൻ്റെ വാല്യൂവും തമ്മിൽ ഏകദേശം 50% അടുപ്പിച്ച് വ്യത്യാസമുണ്ട്. കാരണം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഡൗ ജോൺസ് 44,000-ഉം നസ്ഡാക്ക് 20,000-ലുമാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡബിളിംഗ് ആണ് വരുന്നത്. അപ്പോൾ അത് പെർസെൻറ്റേജിൽ നോക്കുമ്പോഴത്തേക്കും മാത്രമേ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാനിന്ന് ആ പോയിൻറ്റിനോടൊപ്പം തന്നെ പെർസെൻറ്റേജ് കൂടി പറയാം. 0.13% ആണ് ഡൗ ജോൺസ് പോസിറ്റീവ്, 0.38% നസ്ഡാക്കും പോസിറ്റീവാണ്. യൂറോപ്യൻ മാർക്കറ്റ് ഒരു മിക്സഡ് ട്രെൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഒരു ഫ്ലാറ്റ് ആണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 100 പോയിൻ്റ് അടുപ്പിച്ച് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിലൊരു ഗ്യാപ്പ് അപ്പ് പ്രതീക്ഷിക്കാം. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോകാം. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഫുള്ള് ഒരു ബെയറിഷ് ക്യാൻഡിലായിരുന്നു. ഇന്നലത്തെ ക്യാൻഡിൽ രാവിലെ ആദ്യത്തെ ഒരു അരമണിക്കൂർ കൊണ്ട് മാർക്കറ്റ് താഴോട്ട് വീണുവെങ്കിലും മാർക്കറ്റ് അവിടെ നിന്ന് വളരെയധികം ശക്തിയോടുകൂടി തന്നെ അത് ഒരു ബൈയിങ് പ്രഷറിൽ നല്ലൊരു പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇൻസൈഡ് ക്യാൻഡിലാണ്, വെള്ളിയാഴ്ചത്തെ ക്യാൻഡിലിൻ്റെ ഉള്ളിലാണ് ക്യാൻഡിൽ വന്നിരിക്കുന്നത്. മാർക്കറ്റ് 25,250 മുകളിലോട്ടൊരു ഹൈ ക്രിയേറ്റ് ചെയ്താൽ മാർക്കറ്റ് ഒരു ബുള്ളിഷിലോട്ട് പോകത്തുള്ളൂ, ഒരു അപ് ട്രെൻഡ് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. മാർക്കറ്റ് റിവേഴ്സ് ആകണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യണം. 25,250 മുകളിൽ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽസ് എന്ന് പറയുന്നത് ഇതിനും താഴോട്ട് 24,948 താഴോട്ട് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് 24,860 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ ആദ്യത്തെ 15 മിനിറ്റ് കൊണ്ട് തന്നെ മാർക്കറ്റ് വീണു. പക്ഷേ അടുത്ത 15 മിനിറ്റ് കൊണ്ട് മാർക്കറ്റ് ഒരു റിവേഴ്സ് പോയി ടാർഗറ്റിലോട്ട് എത്തിയിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ മുകളിലോട്ട് 25,030 ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,125 ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെയും ടാർഗറ്റ് എത്തിയിട്ടില്ല. മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, പക്ഷേ അതിന് ഏകദേശം അടുപ്പിച്ച് പോയിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ലെവൽസ് നമുക്ക് നോക്കാം. ഇന്നത്തെ ലെവൽസ് ഫിബ് ഇതിൽ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ലെവലാണ് ഫിബിൻ്റെ ലെവല്. ഏകദേശം 6.618% തന്നെ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് കയറുന്നുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഇതിന് മുകളിലൊരു ക്ലോസിംഗ് കിട്ടി. ഇന്നലത്തെ ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ മുകളിലോട്ടാണ് സപ്പോർട്ട് എടുത്ത് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രോങ് ബൈയിങ് ഏരിയ ആണ് ഫിബ് അനുസരിച്ച്. 0.5 to 0.618 വരുന്ന ഒരു ഫിബ് ലെവൽ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ബൈയിങ് ഏരിയ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. 24,948 താഴോട്ട് ക്ലോസിംഗ് വന്നാലേ മാർക്കറ്റ് വീണ്ടും ഒരു ലോവർ ലോയിലോട്ട് പോകത്തുള്ളൂ. പക്ഷെ മാർക്കറ്റ് അവിടുന്ന് എല്ലാം ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് തിരിച്ച് കയറുന്നത്. ഇന്നത്തെ ലെവൽസ് 25,125 തന്നെയാണ് ഇന്നത്തെ ലെവൽസ് വരുന്നത്. 25,125 മുകളിൽ ഒരു 15 മിനിറ്റ്സ് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,125 മുകളിൽ 15 മിനിറ്റ്സ് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,109 ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കാം. സെക്കൻഡ് ടാർഗറ്റ് വരുന്നത് ഏകദേശം 27,250 അടുപ്പിച്ച് ഈ ഒരു ലെവൽ വയ്ക്കാം. 240. ഓക്കെ, ഇതെല്ലാം 15 മിനിറ്റ്സ് ക്ലിയർ ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ എടുക്കുക. ഇതിൽ 180 സ്ട്രോങ് സെല്ലിങ്ങിനുള്ള സാധ്യത ഉണ്ട്. 180
ഇവിടെ നിന്ന് 15 മിനിറ്റ്സ് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 180 വയ്ക്കുക. ഇവിടെ എല്ലാം ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്ന ഒരു 180 പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. അടുത്ത് വീണ്ടും ഒരു ഡിപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം മുകളിലോട്ട് എൻട്രി എടുക്കുക. ഇതൊരു സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ആയിരിക്കും ഈ ഒരു ഏരിയയ്ക്ക് എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം എന്ന് പറയുന്നത് പലവട്ടം സെല്ലിംഗ് പ്രഷർ വന്നിട്ടുള്ള ഏരിയ ആണ്. 240 നേരത്തെ ഞാൻ ഡേ ചാർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ 250 മുകളിലോട്ടൊരു ക്ലോസിങ് വരണം മാർക്കറ്റിന്, എന്നാലൊരു ഹയർ ഹൈ ഫോർമേഷനിലോട്ട് മാർക്കറ്റ് വരത്തുള്ളൂ. നോക്കിക്കഴിഞ്ഞാൽ അറിയാം മാർക്കറ്റ് താഴോട്ട് ഒരു ഡൗൺ ട്രെൻഡിലാണ് മാർക്കറ്റ് വന്നിട്ടുള്ളത്. ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴെ വന്നിട്ടുള്ളത്. അപ്പം അടുത്ത് ഇതിന് മുകളിലോട്ട് ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യണം. 25,240 മുകളിൽ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് അവിടെ നിന്ന് പിന്നെ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറണം. എന്നാലേ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലോട്ട് പോകത്തുള്ളൂ. താഴോട്ടുള്ള ലെവൽസ് നോക്കാം നമുക്ക്. 24 900 25,000 താഴോട്ട് 15 മിനിറ്റ്സിൽ ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,000 താഴോട്ട് 15 മിനിറ്റ്സിൽ ബ്രേക്ക് ഔട്ട് കിട്ടണം. ഇതൊരു സ്ട്രോങ് ബൈയിങ് ഏരിയ ആണ്. മാർക്കറ്റ് സ്ട്രോങ് ബൈയിങ് ഏരിയ ആണ്. ഇന്നലെ ഏകദേശം ഒരു ഇന്നലത്തെ ദിവസം മൊത്തം രാവിലെ ഒരു 10 മണി മുതൽ പിന്നെ മാർക്കറ്റ് അവിടെ കൺസോളിഡേറ്റ് ചെയ്ത ഏരിയ ആണ്. സ്ട്രോങ് ഒരു ബൈയിങ് ഏരിയ ആണ്. ഒരു സപ്പോർട്ട് ഏരിയ ആണ് അവിടെ. അപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് ഈ ബയേഴ്സിനെ കവർ ചെയ്തുകൊണ്ട് അവിടെ സെല്ലേഴ്സ് ആക്റ്റീവായി താഴോട്ട് 15 മിനിറ്റ്സിൽ ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് എൻട്രി നോക്കാം. ഇന്നലത്തെ ലോ ടാർഗറ്റ് വയ്ക്കാം 24,900 ടാർഗറ്റ് വയ്ക്കാം താഴോട്ട്. 15 മിനിറ്റ്സിൻ്റെ ബ്രേക്കൗട്ട് നോക്കണം. അത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ $850 ചെറിയ ടാർഗറ്റാണ്. ഓക്കെ, 830 വരെ ഇറങ്ങി വരും ആ ഒരു ലോയിൽ എന്നൊക്കെ. അപ്പം താഴോട്ട് കൃത്യമായിട്ട് 25,000 ബ്രേക്കൗട്ട് കിട്ടണം. 25,000 സ്ട്രോങ് ഒരു സപ്പോർട്ടായിരിക്കും മാർക്കറ്റിൽ. കാരണം അവിടെ ഒരു ബൈയിങ് പ്രഷറുള്ള ഏരിയ ആണ്. അത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നല്ലൊരു ഫോളിലോട്ട് താഴോട്ട് പോകും. 24,900-ഉം 24,830-ഉമാണ് താഴോട്ടുള്ള ടാർഗറ്റുകൾ. നമുക്ക് ഡേറ്റയിലോട്ട് പോകാം. ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ സ്റ്റോക്കിൽ 1,681 കോടി FIS സെല്ല് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ DIS 3,578 കോടിക്ക് ബൈയിങ്ങും ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ FIS സ്ട്രോങ് പുട്ട് റൈറ്റിംഗ് ആണ്. 1,386 കോടി 1,386 ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ ബൈയിങ് ആണ്. അതുപോലെ സെല്ലിംഗ് ആണ്. 1.52 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ബൈയിങ് ആണ്. FIS പ്രോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2.25 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ബൈയിങ് ആണ്. അതുപോലെ തന്നെ 1.91 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷനും ബൈയിങ് ആണ്. DIS ക്ലൈൻറ്റ് രണ്ടും സെല്ലിംഗ് ആണ്. കോൾ ഓപ്ഷൻ 1.96ഉം പുട്ട് ഓപ്ഷൻ 3.91 ലാക്ക് ക്വാണ്ടിറ്റിയും പുട്ട് ഓപ്ഷൻ സെല്ലിംഗ് ആണ്. ക്ലൈൻറ്റ് ഫ്യൂച്ചർ ബൈയിങ് ആണ്. അതുപോലെ തന്നെ FISഉം സ്ട്രോങ് സെല്ലിംഗ് ആണ്. പ്രോയും സെല്ലിംഗ് ആണ്. ഓക്കെ, ഇന്നലത്തെ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴെ ഒരു 5 മിനിറ്റ്സിൻ്റെ ഒരു ഡിമാൻഡ് സോണ് ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറി മാർക്കറ്റ് ഏകദേശം ഈ ഒരു ഏരിയയിൽ നിൽക്കുമ്പോഴത്തേക്കും ഞാൻ കോൾ ഓപ്ഷൻ്റെ കോള് കൊടുത്തതാണ്. ബൈയിങ് റേഞ്ചിന് താഴെയായിരുന്നു ഈ ഒരു ഡിമാൻഡ് സോൺ വരുന്നത്. മാർക്കറ്റ് പലവട്ടം ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു ഈ ഒരു ഏരിയ. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ചാർട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 25,105
ഈ റെഡ് കളറ് മാർക്ക് ചെയ്തിരിക്കുന്ന 25,105 ടെക്നിക്കൽ സപ്പോർട്ട് വയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. താഴെ 5 മിനിറ്റ്സ് ക്ലോസിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് പലവട്ടം താഴോട്ട് ടാപ്പ് ചെയ്തുവെങ്കിലും മാർക്കറ്റ് താഴോട്ട് വീണിട്ടില്ല. ആക്ച്വലി ഞാൻ കൊടുത്ത കോളോ എന്ന് പറയുന്നത് മാർക്കറ്റ് ഇവിടെ നിൽക്കുന്ന സമയത്താണ് കോൾ ഓപ്ഷൻ കൊടുത്തത്. അപ്പോഴേനും ഞാൻ ചാർട്ട് വരച്ചിടുകയും ചെയ്തു, താഴെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് മുകളിലോട്ട് പോകുമെന്നുള്ളത്. പക്ഷേ ഏകദേശം ഈ ഒരു ലെവലെത്തിയപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. പിന്നെ വീണ്ടും താഴോട്ട് വന്നപ്പം താഴെ പോകുമെന്ന് പ്രതീക്ഷിച്ചാണ്. മാർക്കറ്റ് ട്രാപ്പാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ട്രാപ്പാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ കൃത്യമായിട്ട് 25,015 CPR സപ്പോർട്ടായിരുന്നു. 25,015 എന്ന് പറയുന്ന ഒരു സ്ട്രോങ് സപ്പോർട്ടായിരുന്നു. അതിന് താഴെ 5 മിനിറ്റിൻ്റെ സ്ട്രോങ് ക്ലോസിംഗ് വന്നിട്ടില്ല. അതിന് താഴെ വന്നിട്ടുള്ളപ്പോഴൊക്കെ വിക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതിന് താഴെ എല്ലാം ബൈയിങ് പ്രഷർ ഉണ്ടായിരുന്നു. മാർക്കറ്റിൽ ബൈയിങ് പ്രഷർ ഉണ്ടായിരുന്നു. അവിടെ വന്നിട്ടുള്ള എല്ലാ ക്യാൻഡിലുകളിലും ബൈയിങ് പ്രഷർ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് കയറി. അപ്പോൾ ഇന്നത്തെ ലെവൽസ് CPR നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാരോ വൈഡ് CPR ആണ്. ഏകദേശം 60-65 പോയിൻറ്റിൻ്റെ CPR ആണ്. 65 പോയിൻറ്റിൻ്റെ CPR ആണ്. മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,173, 25,153 താഴെ ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ റിസ്ക് എടുത്തുകൊണ്ട് താഴോട്ട് ഓപ്പണിങ്ങിൽ തന്നെ പുട്ട് ഓപ്ഷൻ നോക്കാം. 25,173 മുകളിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. താഴോട്ട് CPR വരയ്ക്കും 25,053 ഈ ഒരു ലെവൽ വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ഏകദേശം 100 പോയിൻറ്റിന് മുകളിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് ടാർഗറ്റ് വയ്ക്കാം. താഴോട്ടുള്ള ലെവലെന്ന് പറയുന്നത് 25,028 വരെ വച്ചുകൊണ്ടിരിക്കണമെന്നല്ല. CPRലെത്തുന്നതിന് മുന്നേ തന്നെ എക്സിറ്റ് ആവുക. 25,028, 25,000 സ്ട്രോങ് സപ്പോർട്ടായിരിക്കും. നേരത്തെ 15 മിനിറ്റ്സിൻ്റെ ചാർട്ടിൽ പറഞ്ഞതുപോലെ ഇവിടുന്ന് 15 മിനിറ്റ്സിൽ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ മാത്രമേ എൻട്രി എടുക്കാവൂ. അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു ബൈയിങ് പ്രഷർ ഉണ്ടാവും. ഓൾറെഡി അത് ബൈയിങ് ഏരിയ ആണ്. അതുപോലെ തന്നെ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം താഴോട്ടൊരു സപ്പോർട്ട് കൂടെ വരച്ചിട്ടുണ്ട്. 24,964, 24,945. മുകളിലോട്ട് ഇവിടെ ഒരു സ്ട്രോങ് സെല്ലിങ്ങിനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് കൃത്യമായിട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം റീടെസ്റ്റിൽ എൻട്രി എടുക്കാൻ നോക്കുക. 25,240, 25,257 ആണ് നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇത് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. നേരത്തെ ഞാൻ ഡേ ക്യാൻഡിൽ പറഞ്ഞ പോലെ തന്നെ ഇതിന് മുകളിൽ ഒരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യും. ഹയർ ലോ ഫോർമേഷനിലോട്ട് മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിൽ റിവേഴ്സിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടാർഗറ്റ് 25,386, 25,404 ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.